ഫ്ലിപ്കാർട്ടിൽ ബിഗ് ബഡ്ജറ്റ് ഡേയ്സ് ലൈവ് ആയിട്ടുണ്ട്. പൊതുവെ ബിഗ് ബഡ്ജറ്റ് ഡേയ്സിൽ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒന്നും അങ്ങനെ ഭയങ്കര വലിയ രീതിക്ക് ഓഫേഴ്സ് ഇല്ലാത്തതാണ്. എന്നാൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ഇന്നത്തെ ഈ ഒരു ബിഗ് ബഡ്ജറ്റ് ഡേയ്സിൽ ചില പ്രോഡക്റ്റുകൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഓഫേഴ്സ് ഉണ്ട്. സോ അത് ഏതൊക്കെയാണെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. എന്തായാലും ഹെഡ്ഫോൺസ് എന്ന് പറഞ്ഞ ആ ഒരു കാറ്റഗറി ഫുള്ള് ഞാൻ പറഞ്ഞുതരാം. സോ ഇപ്പോൾ ഇയർബഡ്സ് ആണെങ്കിലും അതല്ല ഹെഡ്ഫോൺസ് ആണെങ്കിലും ഓവർ ഹെഡ്സ് ആണെങ്കിലും ഇനി അതല്ല നെക്ക് ബാൻഡ്സ് ആണെങ്കിലും എല്ലാം പറയുന്നുണ്ട്. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഈ ഓഫർ സെയിലിൽ നിന്ന് മേടിക്കണോ വേണ്ടോ എന്നുള്ളത്. കൂടാതെ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്ത ബ്രാൻഡ് അല്ലെങ്കിൽ മോഡൽ നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വീഡിയോയുടെ കമന്റ് ആയിട്ടുള്ളൂ, ഞാൻ അങ്ങോട്ട് അതിന് റെസ്പോണ്ട് ചെയ്യുന്നതാണ്. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഇയർബഡ്സുകളുള്ള കൂട്ടുകാരും അതല്ല ഇയർബഡ്സ് പുതുതായിട്ട് മേടിക്കാൻ ഉദ്ദേശിക്കുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഉറപ്പായിട്ടും ഇയർബഡ്സുകളുടെ ആ ഒരു പ്രീമിയം ക്വാളിറ്റി കേസ് കവേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റയിലുള്ള DeepZStore വന്നോളൂ. മറ്റുള്ള എല്ലാ ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകളിൽ കിട്ടുന്നതിനേക്കാളും കാശ് കുറച്ച് ഞാൻ അവിടെ നിങ്ങൾക്ക് തരുന്നതാണ്. എന്തായാലും പ്രീമിയം ക്വാളിറ്റിയാണ്. ദയവ് ചെയ്ത് ഇപ്പോൾ ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകളിൽ മറ്റുള്ള സ്ഥലത്ത് പോയിട്ട് നോർമൽ ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റ് വെച്ചിട്ട് നമ്മുടെ അവിടെ വന്നിട്ട് പ്രീമിയം ക്വാളിറ്റി കമ്പയർ ചെയ്യല്. വില ചിലപ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് സെയിം ആയിരിക്കും. ഇനി അതല്ല ചിലപ്പോൾ കുറച്ചുകൂടെ വില അവരുടേത് കുറവായിരിക്കാം. മേ ബി അത് പ്രീമിയം ക്വാളിറ്റി ആവില്ല, നോർമൽ ക്വാളിറ്റി ആയിരിക്കും. സോ നിങ്ങൾ രണ്ട് ഫോട്ടോയൊക്കെ വെച്ചൊന്ന് നോക്കുക. ഇനി അതല്ല നമ്മുടെ തന്നെ ചോദിക്കുക ഇത് പ്രീമിയം ക്വാളിറ്റി ആണോ നോർമൽ ക്വാളിറ്റി ആണോ. അല്ലാണ്ട് വെറുതെ ആമസോണിൽ ഇത്ര രൂപയാണ് അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ ഇത്ര രൂപയല്ലേ ഉള്ളൂ എന്നൊക്കെ രീതിക്ക് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക നോർമൽ ക്വാളിറ്റി ആയിരിക്കും, അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും ഞാനൊരു ഉറപ്പ് പറയാം, ഇപ്പോൾ ഫ്ലിപ്കാർട്ടിനാണെങ്കിലും ആമസോണിനാണെങ്കിലും എവിടെയാണെങ്കിലും പ്രീമിയം ക്വാളിറ്റി കേസ് കാർ ആണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് മേടിക്കുന്നതിനേക്കാളും കാശ് കുറച്ച് തരാം. അത് മാത്രമേ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഇവിടെ നമ്മുടെ ഒരു ഓഫർ സെയിലിലേക്ക് വരുവാണെങ്കിൽ ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് നമ്മുടെ ബോട്ട് എയർഡ്രോപ്സ് ആൽഫ 999 രൂപ നോർമൽ റേറ്റിലാണ് കിടക്കുന്നത്. ഒരു ഹാഫിൻ്റെ TWS വേണമെങ്കിൽ മാത്രം എനിക്ക് തോന്നുന്നു ഇത് നോർമൽ മറ്റുള്ള ഓഫർ സെയിലുകളിൽ 799 വരേണ്ടതാണ്. ഇത് സത്യം പറഞ്ഞാൽ ഒരു 899 അറ്റ്ലീസ്റ്റ് വരേണ്ടായിരുന്നു. പക്ഷേ എന്താണെന്ന് അറിയത്തില്ല, വന്നിട്ടില്ല. കൂടാതെ OnePlusന്റെ ബുള്ളറ്റ് വയർലെസ് Z2 നെക്ക് ബാൻഡ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു നെക്ക് ബാൻഡ് വേണമെങ്കിൽ ഉറപ്പായിട്ടും ഇത് ചൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. കൂടാതെ മൈ ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. എന്നാൽ ചെറിയ രീതിക്ക് നോയ്സ് പുറത്തുള്ളത് വരുന്നുണ്ട് പുറമേ നിന്ന് സംസാരിക്കുന്ന സമയത്ത്. 1799 നമുക്കിപ്പോൾ കിട്ടും. 1499 1299 റേഞ്ചിലൊക്കെ വന്നിരുന്നെങ്കിൽ ഈ ഒരു നെക്ക് ബാൻഡ് നോക്കാമായിരുന്നു. കൂടാതെ മറ്റൊരു പ്രൊഡക്റ്റ് എന്ന് വെച്ചുമ്പോഴത്തേക്ക് നമ്മുടെ എയർഡോപ്സ് 161 അത് ഇയർബഡ് ആണ്. 50 hours ടോട്ടൽ പ്ലേ ടൈം, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. 1100 രൂപയ്ക്ക് നല്ലൊരു പ്രോഡക്റ്റ് ആണ്. ബീസ് മോഡ് സഹിതം ഇപ്പോൾ ഇതിനകത്ത് ഈ ഒരു 161 50 hours കാണാൻ സാധിക്കും. 161 ഓർ 163 എന്ന് പറഞ്ഞ മോഡലാണ് ആക്ച്വലി ഇപ്പോൾ ആ ഒരു പഴയ മോഡൽ. അതിനകത്ത് ആക്ച്വലി മ്യൂസിക്കും മൂവീസിന് മാത്രമേ ഉള്ളാവുന്നത്. എന്നാൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ഈ പുതിയ മോഡലിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഗെയിമും കളിക്കാൻ പറ്റും. അതേപോലെ തന്നെ ലേറ്റൻസി ഇല്ലാണ്ട്, അതായത് ഡിലേ ഇല്ലാണ്ട് വീഡിയോ ഒക്കെ കാണാൻ പറ്റും. സോ 161 നല്ലൊരു ഓപ്ഷനാണ് 1100 രൂപയ്ക്ക്. കൂടാതെ മറ്റൊരു പ്രോഡക്റ്റ് W20 1099 രൂപയ്ക്ക് ഞാൻ മേടിക്കേണ്ടെന്ന് ഇപ്പോൾ പറയത്തുള്ളൂ. കാരണം അതിനേക്കാളും ബെറ്റർ ആണ് ഈ ഒരു 161. W20 ഒരു 799 899 അതിന് മുകളിലേക്ക് പോകണ്ട കേട്ടോ. കൂടാതെ മറ്റൊരു പ്രോഡക്റ്റ് ബഡ്സ് വയർലെസ് 3 റിയൽമിയുടെ ബഡ്സ് വയർലെസ് 3 1599 നമുക്കിപ്പോൾ കിട്ടും. ഉറപ്പായിട്ടും നല്ലൊരു ഡീലാണ്. നോർമലി ഓഫർ സമയത്തൊക്കെ ഈ ഒരു 1599 രൂപ തന്നെയാണ്. എന്നാൽ ചില സമയത്ത് 1499 കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ 1599 വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നല്ല മൈ ക്വാളിറ്റിയും മ്യൂസിക് ക്വാളിറ്റിയും ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എല്ലാം ഉണ്ട്. പക്ഷേ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ റിയൽമിയുടെ പ്രശ്നം നമുക്ക് എന്താ പറയുക ബിൽഡ് ക്വാളിറ്റി ഇഷ്യൂ ഉണ്ട്. അത് റിയൽമി മാത്രമല്ല OnePlusനും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ കുഴപ്പമില്ല, ഈ ഒരു ബിൽഡിൻ്റെ കാര്യം പ്രശ്നമല്ല. നിങ്ങൾ നല്ല റഫ് യൂസ് ഒന്നും ചെയ്യാണ്ട് നല്ല രീതിക്ക് സൂക്ഷിച്ചായി ഉപയോഗിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അതിലേക്ക് പോകുന്നതിലും തെറ്റൊന്നുമില്ല. കൂടാതെ മറ്റൊരു പ്രോഡക്റ്റ് പറയുമ്പോഴത്തേക്ക് നമ്മുടെ 110 ആണ്. 110 നെക്ക് ബാൻഡും ഇപ്പോൾ 1099 രൂപയ്ക്കാണ് മേടിക്കാൻ സാധിക്കുന്നത്. 40 hours ടോട്ടൽ പ്ലേ ടൈം ആണ് അവിടെ ഈ ഒരു 110 കാണാൻ സാധിക്കുന്നത്. ബോട്ട് പിന്നെ ബെറ്റർ ആണ് കുറച്ചുകൂടെ ബിൽഡ് ക്വാളിറ്റിയിൽ. പക്ഷേ പലരും ഇപ്പോഴും ബോട്ടിൻ്റെ കാര്യത്തിലും പറയുന്നുണ്ട് ഇതുപോലെ നെക്ക് ബാൻഡ് മേടിച്ചിട്ട് ഇഷ്യൂസ് ഉണ്ടെന്നുള്ളത്. എന്നെ സംബന്ധിച്ചുള്ള ഒരു പ്രോഡക്റ്റ് മേടിച്ച് ചെയ്ത് എന്താ പറയുക നമ്മുടെ സ്റ്റോറിൽ അൺബോക്സ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ സഹിതം ഞാൻ സെയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ കൂടുതൽ അത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ആ ഒരു ബിൽഡ് ക്വാളിറ്റിയോ മനസ്സിലാക്കി നിങ്ങളടുത്ത് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ആക്ച്വലി ഒരു ഫസ്റ്റ് ഇംപ്രഷൻ അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ചിട്ട് അത് എങ്ങനെയുണ്ട് ഓവറോൾ അത് ബെറ്റർ ആണോ എന്ന് മാത്രമേ എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. കൂടാതെ മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ബോൾട്ടിൻ്റെ Q ഓവർ ഹെഡ് ആണ്. ആക്ച്വലി അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉണ്ട്. എന്നാൽ 1499 1599 നമ്മുടെ ബിഗ് ബില്യൺ ഡേയ്സിൽ വന്നതാണ് ഓഫർ സെയിലിൽ. പക്ഷേ അതിനുശേഷം ഓരോ ഓഫറിലും പിന്നെ ഓഫറായിട്ട് കണ്ടിട്ടില്ല. ഈവൻ ദീപാവലി സെയിലിൽ പോലും ഞാൻ ഇതിന് ഒരു ഓഫർ കണ്ടില്ല. കാരണം ഇത് കുറേ കൂട്ടർ പറയുന്നുണ്ട് മേടിച്ച് അൺബോക്സ് ചെയ്യാവുന്നുള്ളത്. ഞാൻ മേടിക്കാൻ നോക്കുന്ന സമയത്തൊക്കെ തന്നെ 1999 ആണ്. ഇപ്പോഴും ആ സെയിം റേറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ അതങ്ങോട്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നില്ല. 2000 രൂപയ്ക്ക് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. ബോൾട്ടിൻ്റെ പ്രോഡക്റ്റ് ആണ്. ഒരു 1500 കിട്ടിയത് കൊള്ളാമായിരുന്നു എന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ. കൂടാതെ മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ റിയൽമി ബഡ്സ് T300 ഉറപ്പായിട്ടും 1699 നല്ലൊരു ഡീലാണ്. 1999
പറയുന്നത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത്. സോ 1700 രൂപയ്ക്ക് കിട്ടുന്നതിൽ വേറെ ഒരു തെറ്റുമില്ല. നല്ല വെയറിംഗ് കംഫർട്ടാണ്, മ്യൂസിക് ക്വാളിറ്റി നല്ലതാണ്, കൂടാതെ മൈക്ക് ക്വാളിറ്റി നല്ലതാണ്. സോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും T300 ആണ് 2000 രൂപയ്ക്ക് അല്ലെങ്കിൽ 1500 രൂപയ്ക്ക് നിങ്ങളുടെ മേടിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒരു 200 രൂപ ഇട്ടിട്ട് ഇതങ്ങോട്ട് വാങ്ങിച്ചാൽ അടിപൊളി ഡീലായിരിക്കും. കൂടാതെ മറ്റൊരു പ്രൊഡക്റ്റ് നിർവാണ അയോൺ ആണ്. ആക്ച്വലി അയോൺ 1649 രൂപയ്ക്ക് ഇപ്പോൾ കിട്ടുന്നത്. കുറച്ച് നാളായിട്ട് ആക്ച്വലി ഓഫേഴ്സിലെ കഴിഞ്ഞ് നോർമൽ റേറ്റ് തന്നെ ഇപ്പോൾ 1649 കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ മേടിച്ചെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമുക്ക് ലാഭമായിട്ട് മാറത്തില്ല. കൂടാതെ മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബോൾട്ടിൻ്റെ C40 1299 രൂപയ്ക്ക് നോർമൽ റേറ്റ് ആണ്. അത് മേടിക്കേണ്ട ആവശ്യമില്ല, കാരണം 999 വരുമ്പോഴത്തേക്ക് മാത്രം, അതായത് 1000 രൂപയ്ക്ക് അകത്ത് മാത്രം ഈ ഒരു ബോൾട്ടിൻ്റെ C40 മേടിച്ചാൽ മതി. എന്നാൽ C40 Pro ഒരു 1299 രൂപയ്ക്ക് കിട്ടുന്നെങ്കിൽ നല്ലതാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ വില എന്ന് പറയുന്നത് 1499 സംതിങ് ആണ്. C40 Pro തന്നെ എനിക്ക് 1599 1699 ഒക്കെ യവന്മാർ തോന്നുന്ന വിലയാണ് എടുത്തത് ബോൾട്ട്. അതുകൊണ്ട് തന്നെ അതൊന്നും വാങ്ങിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. പ്രത്യേകിച്ച് യവന്മാരുടെ ഒരു മസ്താങ് മോഡലുണ്ട്, അത് ഇതുവരെ വന്നിട്ടില്ല, അത് ഞാൻ വരുമ്പോൾ പറഞ്ഞുതരാം. അതൊക്കെ എന്ന് വെച്ചാൽ ഒരു ആവശ്യമില്ല 1799 രൂപയ്ക്ക് മേടിക്കാൻ. ആകെ എനിക്ക് തോന്നുന്നു അവരുടെ തന്നെ ഓസ്ട്ര 1199 രൂപയ്ക്ക് ഇപ്പോൾ കിട്ടും. അതാണ് ബെറ്റർ ഡീൽ. സെയിം സാധനമാണ്, ഓസ്ട്ര എന്താണോ അത് തന്നെയാണ് മസ്താങ്. പിന്നെ ആ ഒരു ഡിസൈൻ മാത്രം, അതിനുവേണ്ടി നമ്മൾ വെറുതെ 600 രൂപ 700 രൂപ എക്സ്ട്രാ കൊടുക്കണമെന്നേ ഞാൻ അങ്ങോട്ട് പറയത്തുള്ളൂ. കൂടാതെ മറ്റൊരു പ്രോഡക്റ്റ് അത്യാവശ്യം നല്ല പ്രോഡക്റ്റാണ്, ഓപ്പോയുടെ എൻകോ ബഡ്സ് 2 1399 രൂപയ്ക്ക് ഇപ്പം മേടിക്കാൻ പറ്റും. നോർമൽ റേറ്റ് ഇപ്പോൾ ബിഗ് ബില്യൺ ഡേയ്സിലൊക്കെ ഓഫർ സമയങ്ങളിൽ 1299 ആയിരുന്നു. എന്നാൽ ഇതിൻ്റെ നോർമൽ റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 1699 1799 ആണ്. സോ നല്ലൊരു ഡീലാണ് 1399 രൂപയ്ക്ക്. പിന്നെ മറ്റൊരു പ്രോഡക്റ്റ് ബോട്ടിൻ്റെ എയർഡ്രോപ്പ് സുപ്രീം ആണ്. 1299 രൂപയ്ക്ക് നല്ലൊരു ഡീലാണ് ആക്ച്വലി. ഇന്നിയർ ഡിറ്റക്ഷൻ, അതുപോലെ തന്നെ നമുക്ക് മൈക്ക് ക്വാളിറ്റി, മൾട്ടി പോയിന്റ് കണക്ടിവിറ്റി എല്ലാം സഹിതം അതിനകത്തുണ്ട്. പക്ഷേ ഇപ്പോൾ 2-3 കുറച്ച് പേര് ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ എന്താ പറയുക, വെയറിംഗ് കംഫർട്ട് ഇഷ്യൂ ഈ ഒരു സുപ്രീമിനുണ്ട് അവർ മേടിച്ചതിന്. പിന്നെ ബസ്സിങ് സൗണ്ട് കൂടുതലാണ്. ബോട്ട് എന്ന് പറയുന്നൊരു ബ്രാൻഡിൽ ഇപ്പോൾ അതല്ല, ബോട്ട് എന്നുള്ളതല്ല, ഒരു ബജറ്റ് ഇയർബഡുകൾ ഏത് മേടിച്ചാലും അതിൽ ചെറിയ പൊടിക്കൊരു ബസ്സിങ് സൗണ്ട് ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ ബോട്ടിൻ്റെ മിക്ക പ്രോഡക്റ്റുകളിലും ആ ഒരു ബസ്സിങ് സൗണ്ട് ഉണ്ട്. സോ ഞാനൊക്കെ ആദ്യം, നിങ്ങൾ നമ്മുടെ വീഡിയോ പണ്ട് മുതലേ കാണുന്നവരാണെങ്കിൽ അറിയാം, ഈ 121 Pro ഞാൻ ആക്ച്വലി ഇത് മേടിച്ച് ഈ ബസ്സിങ് സൗണ്ട് ഇഷ്യൂ കാരണം അത് തിരിച്ച് റിട്ടേൺ അയച്ചിട്ട് വേറൊരു പ്രോഡക്റ്റ് വീണ്ടും വാങ്ങിച്ചായിരുന്നു. എന്നാൽ അതിലും സെയിം ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇഷ്യൂ അല്ല, അവന്മാരുടെ ആ ഒരു സംഭവമാണത്. എന്താ പറയുക, ബജറ്റിലെ. അതുകൊണ്ട് നിങ്ങളൊക്കെ ഇത് ഇങ്ങനെ മാത്രം പാട്ട് കേട്ടാൽ മതി എന്നുള്ള രീതിക്കാണ് അവന്മാർ തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സുപ്രീമിന് ആ ഒരു ഇഷ്യൂ ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതങ്ങോട്ട് യൂസ്ഡ് ആവും, അത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കൂടാതെ മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ബോട്ട് റോക്കേഴ്സ് 460 ഒരു ഓവർ ഹെഡ് ആണ്, നല്ലൊരു പ്രോഡക്റ്റ് ആണ്. ഓൾറെഡി നമ്മുടെ ചാനലിൻ്റെ അൺബോക്സിങ് ഞാൻ ഓവ്യൂ ചെയ്തിട്ടുണ്ട്. 1699 രൂപയ്ക്ക് നമുക്കിപ്പോൾ കിട്ടും. നല്ല കംഫർട്ടാണ്. കൂടാതെ ആ ഒരു ഡിസൈനും നല്ല രസമാണ് ആക്ച്വലി ഈ ഒരു റോക്കേഴ്സിൻ്റെ 460 എന്ന് പറയുന്നത്. കൂടാതെ ട്രൂക്കിൻ്റെ BTG അൾട്ര ഉണ്ട് 799 രൂപയ്ക്ക്. കുഴപ്പമില്ല. BTG അൾട്ര എന്ന് പറയുമ്പോഴത്തേക്ക് 360 ഡിഗ്രി സ്പേഷ്യൽ ഓഡിയോ ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓൾറെഡി നമ്മുടെ ചാനൽ അൺബോക്സിങ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇതിനകത്ത് അത് ഉണ്ടെന്നുള്ളത്. എന്തായാലും കുഴപ്പമില്ല. 799 രൂപയ്ക്ക് ട്രൂക്കിൻ്റെ ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ നല്ലൊരു ഡീലാണ്. കൂടാതെ നോയ്സിന്റെ ബഡ്സ് MVP 102 1099 അവരുടെ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ ഉണ്ടായിരുന്ന റേറ്റാണ് ഇപ്പോഴും കാണാൻ പറ്റുന്നത്. പക്ഷേ അടിപൊളി പ്രോഡക്റ്റ് ആണ്, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണ് ആക്ച്വലി ഒരു 102 MVP എന്ന് പറയുന്നത്. 1099 രൂപയ്ക്ക് കുഴപ്പമില്ല, നല്ലൊരു ഡീലാണ്. പ്രത്യേകിച്ച് ആ ഒരു ഗെയിമിംഗ് ആംബിയൻസ് അല്ലെങ്കിൽ ഗെയിമേഴ്സിനാണെങ്കിൽ ഉറപ്പായിട്ടും അത് മേടിക്കുന്നതിലൊന്നും വലിയ കുഴപ്പമില്ല. 450 1999 രൂപയ്ക്ക് മേടിക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ. ഓവർ ഹെഡ് ആണ്, അത് നോക്കേണ്ട ആവശ്യമില്ല. അതിനേക്കാളും നമ്മുടെ ആ ഒരു 460 മേടിക്കുന്നതാണ്. പിന്നെ ബോൾട്ടിൻ്റെ മസ്താങ് ഡേർബി ഉണ്ടോ, ഡേർബി എന്ന് പറയുന്നത് നമ്മുടെ C40 സെയിം സാധനമാണ്. പക്ഷേ എന്താ പറയുക, ഒരു മസ്താങ്ങിൻ്റെ ലോഗോ കൊണ്ട് വെച്ചപ്പോഴത്തേക്ക് അതിൻ്റെ വില അങ്ങോട്ട് കൂട്ടി 1699 രൂപ. മേ ബി മസ്താങ്ങിന് എന്തെങ്കിലും കാശ് അവർ കൊടുത്തു കാണും, അതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങോട്ട് കൂട്ടി വെച്ചേക്കുന്നത്. സോ ഞാൻ ഒരിക്കലും അത് മേടിക്കാൻ പറയത്തില്ല. പിന്നെ നോയ്സിൻ്റെ ഒരു ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉള്ള ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ 1500 രൂപയ്ക്ക് അകത്ത് മതിയെങ്കിൽ ഉറപ്പായിട്ടും 102 Pro മേടിക്കാവേ. 1399 കിട്ടും. ജസ്റ്റ് 25 dB മാത്രമാണ് അവിടെ ഉള്ളത്. സോ ഒരിക്കലും എന്താ പറയുക, ഞാൻ മേടിക്കണമെന്ന് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തു. പക്ഷേ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉള്ള നോയ്സിൻ്റെ ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ മാത്രം അതിലേക്ക് പോകാനേ ഞാൻ പറയത്തുള്ളൂ. കൂടാതെ CMF by നത്തിങ്ങിൻ്റെ നെക്ക് ബാൻഡ് പ്രോ 50 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഒക്കെ ഉള്ളൊരു പ്രോഡക്റ്റ് ആണ്. അത്യാവശ്യം നല്ല പ്രോഡക്റ്റ് ആണ്, മൈക്ക് ക്വാളിറ്റി ഒക്കെ നല്ലതാണ് ഈ ഒരു നെക്ക് ബാൻഡ് പ്രോവിൻ്റെത്. പക്ഷേ കുറച്ച് ബാറ്ററിയാണ് ആക്ച്വലി ഇവിടെ പ്രശ്നം. അതായത് പ്രത്യേകിച്ച് ഡ്യുവൽ കണക്ടിവിറ്റി ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാൾക്കാരാണെങ്കിൽ, 2 ഡിവൈസിൽ കണക്ട് ചെയ്യുന്നവരാണെങ്കിൽ പെട്ടെന്ന് ബാറ്ററി അങ്ങോട്ട് തീരും. ഒരു ദിവസം കൊണ്ട് തന്നെ ചിലപ്പോൾ തീരാൻ ചാൻസ് ഉണ്ട്, നല്ല ഹെവി യൂസ് ആണെങ്കിൽ. സോ അതുകൊണ്ട് അങ്ങനെ ഉള്ളവർ മേടിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതർവൈസ് പക്ഷേ നല്ലൊരു പ്രോഡക്റ്റ് ആണ്.
കുറച്ച് കമ്പാർട്ട്മെൻറ്റ് ബൾക്കി എന്ന് പലരും പറയാറുണ്ട്. പക്ഷേ അത് എനിക്കങ്ങനെ ഭയങ്കര രീതിക്ക് അങ്ങനെ ബൾക്ക് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. എന്തായാലും ഇതിൻ്റെ ഒരു യൂസർ റിവ്യൂ ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ അങ്ങോട്ട് ചെയ്യുന്നതാണ്. എന്തായാലും ഇതുപോലെ തന്നെയാണ് പല പ്രോഡക്റ്റുകളും ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അത്യാവശ്യം ചില പ്രോഡക്റ്റുകളാണ്. ഇനി ഒരു പ്രോഡക്റ്റ് എടുത്ത് പറയാൻ വിട്ടുപോയെന്ന് വെച്ചാൽ നമ്മുടെ റിയൽമി ഇയർബഡ്സ് 110. ഇപ്പോൾ ആക്ച്വലി 110ക്ക് ബ്രാക്കറ്റിൽ RMA2306 എന്ന് പറഞ്ഞിട്ടൊരു കോഡ് വന്നിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. ചിലർ ചോദിക്കുന്നുണ്ട് റിയൽമി T100 ആണോ ഇനി അത്, അല്ലെ T110 തന്നെയാണോ എന്നുള്ളത്. ആക്ച്വലി റിയൽമി T100 എന്ന് വെച്ചാൽ അത് റിയൽമി ടെക് ലൈഫിൻ്റെ ആണ്. അപ്പോൾ അവരുടെ ബ്രാൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് റിയൽമി ടെക് ലൈഫ് എന്നുള്ള ഒരു ലോഗോ ആയിരിക്കും ഫ്രണ്ട് വന്നുകൊണ്ടിരുന്നത്. ഇനി അത് മാച്ച് കളഞ്ഞിട്ട് ഇനി വീണ്ടും റിയൽമിയിലേക്ക് വന്നതാണോ എന്നും അറിയത്തില്ല. അവരുടെ അടുത്ത് ചോദിച്ചാൽ, അതായത് അവരുടെ സർവീസ് സെൻ്ററിലൊക്കെ ചോദിച്ചാലേ അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തുള്ളൂ. സോ ആരെങ്കിലുമൊക്കെ സർവീസ് സെൻ്ററിൽ പോകുന്നെങ്കിൽ ഇതിനെക്കുറിച്ചൊന്ന് തിരക്കി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. എന്തായാലും 1299 രൂപയ്ക്ക് നമുക്ക് T110 സഹിതം ഇപ്പോൾ കിട്ടും. നല്ലൊരു ഓപ്ഷനാണ് ആക്ച്വലി T110 1500 രൂപയ്ക്ക്. ഓൾറെഡി നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഞാനിത് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ മേടിച്ചിട്ട് വീണ്ടും മറ്റുള്ള കൂട്ടുകാർക്കും അവരും സജസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ റിയൽമി T110 നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് 1500 രൂപയ്ക്ക്. അപ്പോൾ ഇതുപോലെ തന്നെയാണ്, എല്ലാം ഇതുപോലെയൊക്കെ തന്നെയാണ്. പിന്നെ റിയൽമി T310 ഇപ്പോൾ 2799 രൂപയ്ക്ക് കിട്ടും. 2499 രൂപ നോർമൽ റേറ്റിലുള്ള പ്രോഡക്റ്റ്. ഓവറോൾ നല്ലൊരു പ്രോഡക്റ്റ് ആണ് അതും. പിന്നെ മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ CMF ബഡ്സ് ആണ്. 1999 നമുക്കിപ്പോൾ CMF ബഡ്സ് കിട്ടും. 2499 നോർമൽ റേറ്റ്. 2000 രൂപയ്ക്ക് ഉറപ്പായിട്ടും ഞാൻ പറയുന്നത് CMF ബഡ്സോ അല്ലെങ്കിൽ റിയൽമി T300 മേടിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നിർവ്വാണ അയോൺ ANC ആണെങ്കിലും നിർവ്വാണ അയോൺ ആണെങ്കിലും ഏത് മേടിച്ചാലും അങ്ങനെ വെയറിംഗ് കംഫർട്ട് ഇഷ്യൂ ഒക്കെ കുറേ ഉണ്ട്. സോ അതുകൊണ്ട് ഈ റിയൽമി T300 മേടിക്കുക, അതല്ല അല്ലെങ്കിൽ CMF ബഡ്സ് മേടിക്കുക. ഇനി അതല്ലെങ്കിൽ മോട്ടോ ബഡ്സും ഒന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒന്ന് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു 200 രൂപയുടെ കൂടുതലായിട്ട് കൊടുത്തിട്ട് 2199 നമ്മുടെ T310 മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ആ ഒരു ബിഗ് ബജറ്റ് ഡേയ്സിൽ നമുക്ക് വാങ്ങിച്ച ബൈങ് ആകുന്ന ഹെഡ്ഫോൺസ് കാറ്റഗറിയിലുള്ള പ്രോഡക്റ്റുകൾ ഏതൊക്കെയെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ മേടിച്ചാൽ വലിയ ലാഭമൊന്നുമില്ല, നഷ്ടമായിരിക്കും എന്നുള്ള രീതിക്കുള്ള സംഭവങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഇഷ്ടം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ടും കൂടാതെ നമ്മുടെ ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.